ഈ കോളിഫ്ലവറിൻ്റെ കഥയാണേ പറയാൻ പോണേ. ഇന്ന് നമ്മുടെ ഇവിടുത്തെ ശീതകാല പച്ചക്കറിയിൽ ഈ കുഞ്ഞി കോളിഫ്ലവറിൻ്റെ പറിച്ചു. ഇതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു തരാം കേട്ടോ. കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തയ്യാണ്. അപ്പോൾ പലർക്കും ചട്ടിയിൽ നട്ട ഗ്രോ ബാഗിൽ നട്ട പലർക്കും ആയി അവർ വിളവെടുത്തൊക്കെ കഴിഞ്ഞു. പക്ഷേ എനിക്കിത് ഇച്ചിരി ലേറ്റാണ്. കാരണം ഞാൻ തറയിലാണ് നട്ടത്. തറയിൽ നട്ടിട്ടും ഇത് ഈ നമ്മുടെ കീടങ്ങളെ അതിജീവിച്ച് വളർന്ന് ഒന്ന് ശരിയായി വരാൻ തന്നെ കുറച്ച് സമയമെടുത്തു. അപ്പോൾ എന്നിട്ടും ഇതിനെല്ലാം അതിജീവിച്ച് ജൈവ രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പുറത്തുനിന്നുള്ള ഒരു മെഡിസിൻ അടിക്കാണ്ട് നമ്മുടെ മറ്റേ കാന്താരി വെളുത്തുള്ളി കഷായവും മറ്റേ CM സൊല്യൂഷനും മാത്രം വെച്ച് ഇത്രയും വലിയൊരു കോളിഫ്ലവർ നമുക്ക് തന്നു. അതാണ് ആദ്യത്തെ പ്രത്യേകത. കോളിഫ്ലവർ സൈസിൽ കുറവാണെങ്കിലും നമുക്ക് അഭിമാനമാണ്. നമ്മുടെ ഇവിടെ ശീതകാല പച്ചക്കറി കോളിഫ്ലവർ ഉണ്ടായി. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയണമെന്ന് വെച്ചാൽ ഇവരുടെ നാട്ടിൽ ഈ തണ്ടുകളുണ്ടല്ലോ, ഇതും കൂടെ കറിയുടെ കൂട്ടത്തിൽ ഇട്ട് അവർ വേവിച്ച് കഴിക്കുന്നതാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു ഈ തണ്ടുകൾ വെക്കട്ടെ, ഈ തണ്ടുകൾ നമ്മൾ കഴിക്കൂലെന്ന്. ഇതിൻ്റെ ഇലകളെല്ലാം കൂടി നമ്മൾ താറാവിനും കോഴിക്കും കൊടുത്തു. താറാവുകൾക്ക് ഇലയൊരു ഭയങ്കര ആക്രാന്തം പിടിച്ച് കഴിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു അവർക്ക് 2 പേർക്കും ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇല മുഴുവൻ നമ്മൾ കോഴിക്കും താറാവിനും ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ആഡ് ഓൺ ആണ്. എന്നുവെച്ചാൽ കോഴിക്കും താറാവിനുള്ള തീറ്റയും ആയി, അതുപോലെ തന്നെ നമുക്കൊരു കുഞ്ഞി കോളിഫ്ലവറും ആയി. അപ്പോൾ ഇതാണ് ഒരു കുഞ്ഞി കോളിഫ്ലവറിൻ്റെ കഥ.